ഇപ്പോൾ റിട്ടയർ SP സുഭാഷ് ബാബു കൂടെ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. സർ, വയോധികയെ വീട് കയറി ക്രൂരമായിട്ട് മർദ്ദിക്കുകയാണ്. അയൽവാസിയാണ് ചെയ്തിരിക്കുന്നത്. വളരെ ക്രൂരമായിട്ടുള്ളൊരു മർദ്ദനം തന്നെയാണ്. അവരൊരു റിട്ടയർ അധ്യാപികയാണ്. 78 വയസ്സോളമുള്ള ഒരു സ്ത്രീയാണ്. അത്രയും അങ്ങനെയുള്ള അല്ലെങ്കിൽ ഒരു സീനിയർ സിറ്റിസൻസിന് നമുക്കറിയാം നമ്മളുടെ നാടൊക്കെ എത്രത്തോളം ബഹുമാനത്തോടെയാണ് അവരെ കാണുന്നത്. അവർക്ക് വേണ്ടുന്ന സഹായങ്ങളൊക്കെ തന്നെ ചെയ്തു കൊടുക്കാനൊക്കെ തന്നെ നമ്മൾ പ്രതിജ്ഞാബദ്ധരാണ്. അതുമായി ബന്ധപ്പെട്ട ഉള്ള സേവനങ്ങൾ നൽകുന്നുണ്ട്. പക്ഷേ ഇന്ന് നമ്മുടെ കൺമുന്നിൽ നടക്കുന്നതാണ്. അവരെ വലിച്ചിഴയ്ക്കുന്നു, അവരെ തല്ലിച്ചതയ്ക്കുന്നു. ഇവിടെ എവിടെയാണ് പിഴച്ചുപോയത്? ഈ വയോജന സംരക്ഷണ അതിനു വേണ്ടിയുള്ള പദ്ധതികളൊന്നും തന്നെ ഇപ്പോൾ കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നില്ല. ഇതിൻ്റെയൊക്കെ ഒരു പോരായ്മയല്ലേ ഇപ്പോൾ ഈ സംഭവിക്കുന്നതും? നമ്മളില് അയൽവാസികൾ നമ്മൾ എന്തോ തർക്കമാണെന്നാണല്ലോ നമ്മൾ മനസ്സിലാക്കുന്നത്. അതോടൊപ്പം തന്നെ അങ്ങനെ ഉണ്ടെങ്കിൽ പോലും അതിന് പരിഹാരം കാണാനുള്ള മാർഗം പോലീസ് സ്റ്റേഷൻ വഴിയോ അല്ലെങ്കിൽ കോടതി വഴിയോ പരിഹാരം കാണുന്നതിന് പകരം പരസ്പരം കലഹിക്കുക. അതുപോലെ തന്നെ ഇത്ര പ്രായമുള്ളൊരു സ്ത്രീനി അവരെന്തെങ്കിലും പറഞ്ഞാൽ പോലും അങ്ങനെ അവരുടെ വീട്ടിലേക്ക് അതിക്രമിച്ചു കയറി അവരെ മർദ്ദിക്കാനെന്നുള്ള യാതൊരു രീതിയിലുള്ള ന്യായീകരണങ്ങളുമില്ല. അദ്ദേഹം ഞാനും ഇത് കണ്ടിരിക്കുന്നു. അതില് യാതൊരു കാരണവും ഇല്ലാണ്ട് അദ്ദേഹം അങ്ങോട്ട് വന്നതിന് ശേഷം അവരുമായിട്ട് എന്തോ സംസാരിച്ചതിന് ശേഷം അവരെ വലിച്ചഴിക്കുന്നു. പിന്നെ അവിടെ നിന്ന് വഴിയെടുത്തവരെ അടിക്കുന്നു. അപ്പൊ അവർ നിലവിളിച്ച് ആരും അവരുടെ സഹായത്തിന് പോലും എത്തുന്നില്ല. നമ്മളിപ്പോ അവരെ സംബന്ധിച്ചിടത്തോളം അത് എന്തായാലും ശരി, നമ്മള് പുതിയ നിയമത്തിൽ 333, 118, 1, 2 എന്ന് പറയുന്ന വകുപ്പുകളിൽ പ്രകാരമൊക്കെ വലിയ കുറ്റമാണ്. അത് ജാമ്യമില്ലാത്ത കുറ്റമാണ്. എന്തായാലും അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്യും. അത് അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഈ പ്രായമായ വ്യക്തികൾക്ക് പ്രത്യേകമായ സംരക്ഷണം കൊടുക്കാനുള്ള സാഹചര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അതിന് പോലീസ് സ്റ്റേഷനിൽ പ്രത്യേകമായ ഡെസ്ക് ഉണ്ട്. പിന്നെ ബെഞ്ചുണ്ടെന്നൊക്കെ പറയുന്നതല്ലാണ്ട് അതിനൊന്നും കാര്യക്ഷമമായ പ്രവർത്തിയൊന്നും നടക്കുന്നില്ല. അതുപോലെ തന്നെ എല്ലാ പഞ്ചായത്തുകളിൽ ഇവർക്ക് ഇതേമാതിരിയുള്ള ആവശ്യങ്ങളും എല്ലാം ഉണ്ടെങ്കിൽ അത് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വയോജന സംരക്ഷണ നിയമപ്രകാരം പഞ്ചായത്തുകളിലൊക്കെ ഇവർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്യണം. അതുപോലെ തന്നെ ഓൾഡ് ഏജ് ഹോംസ് അവിടെയൊക്കെ ഉണ്ടാക്കണമെന്നൊക്കെ നിയമത്തിൽ പറയുന്നുണ്ട്. നമ്മൾ പ്രാവർത്തികമാകുന്നില്ല. പേരില് വാക്കിൽ പറയുന്നുണ്ട്, കടലാസിൽ എഴുതുന്നുണ്ട് എന്നല്ലാണ്ട് പ്രായോഗികമായിട്ട് അവർക്ക് സംരക്ഷണം കൊടുക്കുന്ന ഒരു സാഹചര്യം ഇല്ല. അതുകൊണ്ടും കൂടെ ആയിരിക്കും ഇങ്ങനെയുള്ള വരുന്നത്. അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ എന്തായാലും അങ്ങനെയുള്ള ആളുകളുടെ ശ്രദ്ധപ്പെടുത്തതിന് ശേഷം നാട്ടുകാർക്ക് വേണമെങ്കിൽ പെടുത്താം. കാരണം ഏതെങ്കിലും ഒരു പബ്ലിക് സ്പിരിറ്റഡ് സിറ്റിസൺ ഇവരുടെ ഏതെങ്കിലും രീതിയിലുള്ള വയോജനങ്ങളെ ഉപദ്രവിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് പരാതി കൊടുക്കാമെന്ന് തന്നെയാണ് അത് പറയുന്ന നിയമം. അപ്പൊ അതനുസരിച്ച് ആരും പ്രവർത്തിക്കുന്നില്ല. അത് സമൂഹത്തിന്റെ കൊണ്ട് ബാധ്യതയാണ്. ഇങ്ങനെയുള്ള പ്രശ്നം ഉണ്ടായാൽ അതില് ആരെങ്കിലും ഇടപെടിപ്പിച്ച് പരിഹരിക്കാൻ, അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞ് പരിഹരിപ്പിക്കേണ്ട ഒരു ഉത്തരവാദിത്വം പൊതുജനങ്ങൾക്കും ഉണ്ട്. ഏതായാലും ഇത് വളരെ ക്രൂരമായി പോയി. അങ്ങനെയുള്ള കാര്യങ്ങൾ അദ്ദേഹം ചെയ്തത് വളരെ ഗൗരവതരമായ ഒരു കുറ്റം എന്നുള്ള രീതിയിൽ പോലീസ് കൈകാര്യം ചെയ്യുന്നത് നമുക്ക് പ്രതീക്ഷിക്കാം. അത് എന്തായാലും അത് ഏതായാലും CCTV മൊബൈലോ ആരോ എടുത്തിട്ടുണ്ട്. ആ ദൃശ്യം തന്നെ മതി അദ്ദേഹത്തിനെ ശിക്ഷിക്കാൻ. അവരുടെ വീട്ടിലേക്ക് അതിക്രമിച്ച് കയറി, അതായത് അവരെ പരിക്കേൽപ്പിക്കണ ഉദ്ദേശത്തോടുകൂടി വീട്ടിൽ അതിക്രമിച്ച് കയറി അത് മാരകായുധമായ വടി കൊണ്ട് അവരെ അടിച്ച് പരിക്കേൽപ്പിച്ചു എന്ന് പറയുന്നത് തന്നെ വലിയ കുറ്റമാണ്. അത് തെളിയിക്കാനുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും അവരുടെ സംരക്ഷണ നിയമങ്ങളൊക്കെ ഉണ്ട് എന്ന് വാചകത്തിലും കടലാസിലും പറയുന്നതിനപ്പുറത്തേക്ക് അവർക്ക് സംരക്ഷണം കൊടുക്കുന്ന ഒരു സാഹചര്യമാണ് ഇങ്ങനെയുള്ള സമയത്ത് നമ്മൾ ആവശ്യപ്പെടുന്നത്. അത് ചെയ്യപ്പെട്ട് കിട്ടണം എന്നുള്ളതാണ് ഒരു സാധാരണ മര്യാദ. അവസരത്തിൽ പ്രതികരിച്ചത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.